ഹായ് ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മീൻ പിടിക്കാനുള്ള പരിപാടി എന്നതാണ് സംഭവം. അതിലൊന്നും കിട്ടിയില്ല. പിന്നെ ഒരു വരാൽ കിട്ടി. നല്ല വലിയ വരാലാണ്. അങ്ങനെ അത് കൊണ്ടുവന്ന് പിള്ളേരെയൊക്കെ വിളിച്ച് അവരെയൊക്കെ കാണിക്കുകയാണ്. അവരിനി വന്ന് അതെടുത്തൊക്കെ നോക്കും. അവർക്ക് നല്ല സന്തോഷമൊക്കെ ആയി വരാലിനെ കണ്ടപ്പോഴത്തേക്ക്. അങ്ങനെ നന്ദുമ്മേരെ കയ്യിൽ പിടിക്കാൻ കൊടുത്തപ്പോൾ ഒരു ചെറിയ പേടി. അത് ഇത്തിരി നേരത്തേ ഉള്ളൂ, പേടി മാറി. നമ്മളത് തൂക്കി സുഖ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ വൈഫ് മീൻ കട്ടിയായിരുന്നു. മീനൊന്ന് അനങ്ങിയപ്പോഴത്തേക്ക് അവൾ പേടിച്ച് ഇട്ട് ഓടി. ആൾ ചെറുതായിട്ട് പേടിച്ചു പോയി. മീൻ ചെറുതായിട്ടൊന്ന് അനങ്ങി. അത് വീഡിയോയിൽ ഇല്ലെന്ന് തോന്നുന്നു സംഭവം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തന്നെ മുറിക്കേണ്ടി വന്നു. കാരണം പുള്ളി ചെറുതായിട്ട് പേടിയായി. ഇങ്ങനെ മീൻ മുറിപ്പിൻ്റെ പരിപാടിയിലോട്ട് ഇനി ഞാൻ കടന്നിരിക്കുകയാണ്. വരാലായതുകൊണ്ട് നല്ല വഴുക്കലുണ്ട്. കയ്യിലിരുന്നിട്ടേ പിടിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. ഇരുത്തി ബലപ്പിച്ച് പിടിക്കാൻ പറ്റുന്നില്ല. ഇച്ചിരി പാടാണ്. പിന്നെ എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ മുറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി ഒരു 3-4 വെള്ളത്തിലൊക്കെ കഴുകി ഇനി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ എടുക്കണം. എന്നിട്ട് നല്ലപോലെ വരഞ്ഞ് മുറിച്ചെടുത്ത് മസാലയൊക്കെ പുരട്ടിയെടുക്കാം. മസാല പുരട്ടുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ് ഇതിൽ ഞാൻ മസാലകൾ ഇടുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി ഒക്കെ ഇടുന്നുണ്ട്. സംഭവം ഇതിൽ ഉപ്പിടുന്നത് മറന്നുപോയായിരുന്നു. പിന്നെ ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് പിന്നെ ഇടയ്ക്കാണ് ഉപ്പിട്ടത്. അത് ഇതിൽ കാണിക്കുന്നില്ല. ഉപ്പിടാൻ വിട്ടുപോയതാണ്. പിന്നെ ഓർത്ത് ഞാൻ മിക്സിയിൽ ഒരു അടി അടിച്ചെടുക്കുമ്പോഴത്തേക്ക് ഓർത്തായിരുന്നു ഉപ്പിട്ടില്ലല്ലോ എന്ന്. ഇങ്ങനെ പിന്നെ ഇച്ചിരി ഉപ്പ് ഇട്ട് ഒന്നുകൂടെ അടിച്ചെടുത്തിട്ടാണ് മസാല മീനിൽ മിക്സ് ചെയ്തത്. എന്നിട്ട് കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നേരെ കുറച്ച് നേരം ഫ്രിഡ്ജിലാണ് വെച്ചത് കേട്ടോ. കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ മസാലയും പുരട്ടി വച്ചിരുന്നതിന് ശേഷം എടുത്ത് വറുക്കാനിടുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാല ഇച്ചിരി പിടിച്ച് കിട്ടും. അത് മസാല പുരട്ടി കഴിഞ്ഞ് ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ മസാല നല്ല രീതിക്ക് പിടിച്ച് കിട്ടും. അപ്പോൾ അതൊന്ന് എല്ലാവരും ട്രൈ ചെയ്താൽ കൊള്ളാമായിരുന്നു. നമ്മൾ സാധാ അങ്ങനെയാണ് ചെയ്യുന്നത്. മസാല പുരട്ടി സാധാ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മസാല പുരട്ടി വൈകിട്ടാണ് പൊരിക്കുന്നത്. അപ്പോൾ അത്ര സമയം മസാല പിടിച്ച് കിട്ടും. പിന്നെ വറുക്കാനായിട്ടിട്ട് പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂടെ നിൽക്കണം. എന്നാലേ വീഡിയോ ഒക്കെ മുന്നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നന്ദുമ്മ അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയാണ്. നന്ദുമ്മ ഉറങ്ങിപ്പോയി. ദേവുവാണ് നോക്കിയത്. നന്ദുമ്മ നല്ല ഉറക്കമായിപ്പോയി. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോ കാണുന്നവരെ